Hello everyone, welcome back to our channel Malayalam kitchen. In our Malayalam kitchen, super ആയിട്ടുള്ള sandwich recipe നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാൻ തക്കാളിയുടെ പൾപ്പൊക്കെ റിമൂവ് ചെയ്തിട്ട് ഫ്ലഷ് മാത്രം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ഇപ്പോൾ നമ്മളൊരു 10 ഗ്രീൻ പീസ് മാത്രം സെപ്പറേറ്റ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 10ഓളം ബീൻസും ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഞാൻ വെജിറ്റബിൾസ് കൂട്ടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ക്യാപ്സിക്കം ഇപ്പോൾ ചെറിയ നല്ല ഫൈൻ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കടിക്കുമ്പോൾ വലിയൊരു പ്രയാസം ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പനീർ കൈ കൊണ്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തും ആഡ് ചെയ്യാം. ഇങ്ങനെ ചെറുതായി ഒന്ന് കൈ കൊണ്ട് പൊടിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഒരു 3 മീഡിയം സൈസ് പൊട്ടറ്റോ വേവിച്ചൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സ്കിന്നൊക്കെ കളഞ്ഞിട്ട്. ഒരു കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കൊറിയാണ്ടർ ലീവ്സ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുറയ്ക്കാം. പിന്നെ അതിൻ്റെ കൂടെ മൊസറല്ല ചീസ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു ഗുഡ് ഫ്ലേവർ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചാഡാർ ചീസും കൂടി ആഡ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഞാൻ സാൻഡ്വിച്ചിന് വേണ്ടി സെപ്പറേറ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. വലിയ ബ്രെഡ് സാൻഡ്വിച്ച് ബ്രെഡായിട്ട് കിട്ടാറുണ്ട്. ഞങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ബ്രെഡിലും ഉണ്ടാക്കാം. ഞങ്ങൾ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട റെസിപ്പി ആയതുകൊണ്ട് ഞാനൊരു വലിയ ബ്രെഡ് എടുത്തു. ഇത് പിസ്സ സോസ് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫ്ലേവർ ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പിസ്സ സോസ് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് അധികം വെള്ളമില്ലാത്ത ചട്നി ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ ചീഞ്ചട്ടി ചൂടാക്കിയിട്ട് അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഗ്രീൻ പീസും മറ്റേ വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഹാഫ് കുക്ക്ഡ് ആക്കിയിട്ട് സോട്ട് ചെയ്തെടുക്കാൻ വന്നിട്ട് ഇപ്പോൾ വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ബീൻസ് ആഡ് ചെയ്യുക. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഒന്ന് ഹാഫ് കുക്ക് ലെവലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും സാൻഡ്വിച്ചിന്. അതേപോലെ നമുക്കിപ്പോൾ ക്യാപ്സിക്കമും നല്ലപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഓയിലിൽ തന്നെ കുക്ക് ചെയ്യണം. നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് വാട്ടറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ പനീരും ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പനീർ ഒന്ന് ചുരുണ്ട് ചെറിയ പീസസ് ആയിട്ട് ഉരുണ്ട് വരും. അതുവരെ വഴറ്റിയെടുക്കണം. പനീരത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോയി ഓയിലൊന്ന് ഫ്രൈ ആയി കിട്ടുന്നവരെ. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കിപ്പോൾ ഒരു 2-3 സ്പൂണോളം പെപ്പർ ആഡ് ചെയ്യാം. അത് അവനവരുടെ ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം പെപ്പർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനത് ഇതിൽ കാണിച്ചില്ല. നല്ല മിക്സ് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും ഒന്ന് മിക്സ് ആവുന്ന വരെ നല്ലൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ മിക്സ് ഒന്ന് തയ്യാറാക്കി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പൊട്ടറ്റോ ഒന്ന് സ്മാഷ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ടൊമാറ്റോ ഒന്ന് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൊറിയാണ്ടർ ലീവ്സ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഈ അളവൊക്കെ ഒന്ന് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെജിറ്റബിൾസ്, അതുകൊണ്ട് ഞാൻ കൂട്ടി ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാം. ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ച വെജിറ്റബിൾസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചീസ് നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ചടാർ ചീസും അതിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ നല്ല ഫ്ലേവർ കിട്ടും. ഞാൻ വീട്ടിൽ മൊസറല്ല ഉണ്ടായിരുന്നു, അതുകൊണ്ട് മൊസറല്ല മാത്രം ഉപയോഗിച്ചു. ഇപ്പോൾ മിക്സറൊക്കെ നല്ല മിക്സ് ചെയ്ത് നല്ലപോലെ റെഡിയായിട്ടുണ്ട്. ഇങ്ങനെ ഒരു വലിയ ബ്രെഡിൽ ഞാൻ ആ മിക്സർ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മറ്റേ സൈഡ് പീസ് ഉണ്ടല്ലോ ബ്രെഡ്, അതിൽ നമുക്ക് പിസ്സ സോസ് ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഫുള്ള് കവറാക്കിയിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ദോശത്തവ ഒന്ന് ചൂടാക്കാം.
ദോശത്തവ ചൂടാക്കി എടുക്കാം നമുക്ക്. തവ ചൂടായി, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഒരു സ്പൂണോളം നെയ്യ് അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ബട്ടറിൽ വേണമെങ്കിലും ബട്ടർ ടോസ് ചെയ്യാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. അപ്പോൾ നല്ല ബാക്ക് സൈഡ് നല്ല മൊരിയുന്ന വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കത് മൊരിക്കാൻ. അപ്പോൾ ആ ക്രിസ്പി ഫ്ലേവർ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക വെച്ചാൽ ബ്രെഡ് വേഗം കരിഞ്ഞു പോകും, ആ ക്രിസ്പി ഫ്ലേവർ ഒന്നും കിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ടുള്ള അതിൽ ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ചീസ് ഉപയോഗിക്കുന്നുള്ളൂ, എനിക്ക് ചീസ് വളരെ ഇഷ്ടമല്ല, അത്രയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചിട്ടാണ് ഞാനിതിൽ ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ബ്രെഡ് നല്ല ചീസ് വെച്ച് കവർ ചെയ്യാം. അത് മെൽറ്റാവുന്ന വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്യാൻ, അപ്പോഴാണ് പ്രോപ്പർ ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ മറ്റേ സൈഡ് ബ്രെഡും ഞാൻ അതിൻ്റെ മേലെ കൂടെ വെച്ച് ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ആ ചീസ് ഒന്ന് നല്ല പ്രസ്സായിട്ട് രണ്ട് സൈഡിലും ഈവനായി ഒന്ന് സ്പ്രെഡാകും. കുറച്ചും കൂടി നെയ്യൊന്ന് ഞാൻ മറ്റേ സൈഡ് ബ്രെഡിലും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. തേച്ച് കൊടുത്തിട്ട് ആ സൈഡൊന്ന് തിരിച്ചിടുക. ഇങ്ങനെ സ്ലോ ആയിട്ട് തിരിച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഉള്ളിലത്തെ ചീസ് നല്ലോണം മെൽറ്റാവും. അതിൻ്റെ കൂട്ടത്തിൽ നല്ല ബ്രെഡ് ക്രിസ്പിയായി കിട്ടും. കണ്ടോ, കരിയാൻ വിടാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് സൂപ്പറായി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് തയ്യാറായ ബ്രെഡിനെ കട്ട് ചെയ്തിട്ട് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഉള്ളിൽ നമ്മുടെ വെജിറ്റബിൾസ് എങ്ങനെ നല്ല സൂപ്പറായിട്ട് കാണാണ്ട്, നല്ല പീസസ് ആയിട്ട് നല്ലൊരു ഫ്ലേവറിലാണ് നമ്മുടെ ഈ സാൻഡ്വിച്ച് ഉണ്ടാവുക. അപ്പോൾ വീട്ടിലെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് കമൻറ്റ് ബോക്സിലൊന്ന് പറയണം. മറക്കാതെ മംഗ്ലീഷിൽ അയക്കണം കമൻറ്റ്. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.